ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ ആഴ്ചത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളുടെ പ്രതിജ്ഞ. എന്റെ രക്ഷകനും ഗുരുവും സ്നേഹിതനുമായ ഈശോയെ, വേദപാഠം വഴിയായി അങ്ങയെ പൂർണ്ണമായി അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും എന്നെ പഠിപ്പിക്കണമേ. അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന പുത്രസ്ഥാനത്തെ അറിഞ്ഞ് വിശുദ്ധിയിൽ വളരുന്നതിനും എന്നെ സഹായിക്കണമേ. അങ്ങേ വിശ്വാസം എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിന് എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുഗ്രഹിക്കണമേ. ശ്രദ്ധയോടും സ്ഥിരോത്സാഹത്തോടും മതപാഠ ക്ലാസുകളിൽ പങ്കെടുക്കാമെന്നും പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തി സാക്ഷ്യം നൽകാമെന്നും അങ്ങനെ അങ്ങയെ അറിയുന്നതിന് പരിശ്രമിക്കാമെന്നും സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യൗസേ പിതാവേ, എന്റെ കാവൽ മാലാഖയെ, ഈ പുണ്യകർത്തവ്യത്തിൽ എന്നെ സഹായിക്കണമേ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടയ്ക്കുക. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അവിടുത്തെ കരുണയും സ്നേഹവും സഹായവും സംരക്ഷണവും എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. ഇന്ന് ഈ ക്ലാസ്സിലുടനീളം അവിടുത്തെ അരൂപിയാൽ ഞങ്ങളെ നയിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം കേൾക്കുവാനും മനസ്സിലാക്കുവാനും പറയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. പൈശാചിക പ്രേരണകളെ അതിജീവിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തെക്കുറിച്ചാണ്. യേശു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെയും ഹൃദയഭാഗമാണ് മലയിലെ പ്രസംഗം. സുവിശേഷ ഭാഗ്യങ്ങൾ, അഷ്ടസൗഭാഗ്യങ്ങൾ എന്നിങ്ങനെയും ഇത് അറിയപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെയും ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 26 വരെയും നമുക്കിത് കാണാൻ സാധിക്കും. ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വളരെ പ്രധാന തത്വങ്ങളായിട്ടാണ് ക്രിസ്തു ഇവ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദൈവകൽപ്പനയ്ക്ക് അനുസൃതമായി ഭൗതിക വസ്തുക്കൾ, നമ്മുടെ സ്വത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സ്ഥാനമാനങ്ങള്, സ്വന്തം ബന്ധങ്ങള്, ഇവയെല്ലാം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ. ആദ്യ കുർബാന സ്വീകരണ സമയത്ത് നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? ദൈവം എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത്? എന്തിനാണ് നമ്മൾ ദൈവം സൃഷ്ടിച്ചത്? ദൈവത്തെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ശുശ്രൂഷ ചെയ്യുന്നതിനും. അങ്ങനെ നമ്മൾ പറുദീസയിൽ എത്തിച്ചേരുന്നതിനും വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അതായത് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോക ജീവിതത്തിനു വേണ്ടിയല്ല, മറിച്ച് സ്വർഗീയ ജീവിതത്തിനായിട്ടാണ്. സ്വർഗം ലക്ഷ്യമാക്കി നാം എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കണം എന്നതിന് മാർഗരേഖയാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ. ഇനി ഈ സുവിശേഷ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആ നിർദ്ദേശങ്ങള് മാനുഷിക പ്രവൃത്തികളുടെ ധാർമ്മികതയെ എപ്രകാരം ബാധിക്കുന്നു അല്ലെങ്കിൽ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ നാം എല്ലാവരും സ്വതന്ത്രരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നാം എല്ലാവരും സ്വതന്ത്രരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഇരനേവൂസ് പറയുന്ന മനുഷ്യൻ ബുദ്ധിയുള്ളവനാണ്, അതുകൊണ്ട് അവൻ ദൈവത്തെ പോലെയാണ്. അവൻ സ്വതന്ത്ര മനസ്സുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടവനും തൻ്റെ പ്രവർത്തികളുടെ നിയന്താതാവുമാണ്. അവൻ സ്വതന്ത്ര മനസ്സുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടവനും തൻ്റെ പ്രവർത്തികളുടെ നിയന്താതാവുമാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ നന്മയുടെ പാതയിലൂടെ ജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സ്വതന്ത്രരായിത്തീരുന്നു. എന്നാൽ ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ പോയി തിന്മയുടെ മാർഗം സ്വീകരിക്കുമ്പോൾ നമ്മൾ പാപത്തിന്റെ അടിമത്വത്തിലേക്ക് കൂപ്പുകുത്തുന്നു. മനുഷ്യൻ സ്വതന്ത്രനായിരിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ പ്രവർത്തികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അവന് തന്നെയാണ്. എന്താണ്? മനുഷ്യൻ സ്വതന്ത്രനായിരിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ പ്രവർത്തികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അവനാണ്. നമ്മുടെ മനസ്സാക്ഷിയുടെ അരുത് എന്ന പ്രേരണയെ വകവയ്ക്കാതെ തിന്മ ചെയ്തു കഴിഞ്ഞ് പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന് അറിയാമല്ലോ ഞാൻ തെറ്റ് ചെയ്തു പോകുമെന്ന്, പിന്നെ എന്തിനാണ് എന്നെ ആ സാഹചര്യത്തിലേക്ക് കൊണ്ട് ആക്കിയത്? അല്ലെങ്കിൽ ചിലപ്പോൾ പറയും, ദൈവം തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ നശിക്കുമെന്ന്, പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്താലും നന്നാവില്ല. അല്ലെങ്കിൽ പറയും, ഇതെന്റെ വിധിയാണ്. പ്രിയ മക്കളെ, ഈ ചിന്തകളെല്ലാം പിശാച് നമ്മളിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തുന്നതിനായി ഉയർത്തിവിടുന്ന ചിന്തകളാണ്. ദൈവം ഒരിക്കലും നമ്മൾ തിന്മ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? ദൈവം നമുക്ക് വന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നാം തന്നെയാണ്. അതിനു പകരം ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ച് തിന്മ ചെയ്തിട്ട് അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തെയോ നമ്മുടെ സഹോദരങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ മേൽ ആരോപിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ പ്രവർത്തികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഇനി അടുത്ത പോയിന്റ്, മാനുഷിക വികാരങ്ങളുടെ ധാർമ്മികത. മനുഷ്യ മനസ്സിന്റെ സ്വാഭാവിക ഘടകമാണ് വികാരങ്ങൾ. വികാരങ്ങൾ അനേകമുണ്ട്. അടിസ്ഥാനപരമായ വികാരം നന്മയുടെ ആകർഷണം മൂലമുണ്ടാവുന്ന സ്നേഹമാണ്. അടിസ്ഥാനപരമായ വികാരം ഏതാണ്? നന്മയുടെ ആകർഷണം മൂലമുണ്ടാവുന്ന സ്നേഹം. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നു, സ്നേഹിക്കുക എന്നത് മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കുന്നതാണ്. പലപ്പോഴും ഈ സ്നേഹത്തെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളുടെ ഫലമായി ഈ സ്നേഹത്തിന് വിവിധ അർത്ഥവ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ സ്നേഹം എന്ന് എന്താണെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. സ്നേഹം അസൂയപ്പെടുന്നില്ല, മറ്റൊരാളുടെ തിന്മ ആഗ്രഹിക്കുന്നില്ല, അല്ലേ? ഇതെല്ലാം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെ വിശുദ്ധ തോമസ് അക്വീനാസും പറയുന്നത്. സ്നേഹിക്കുക എന്നത് മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കുന്നതാണ്. മറ്റുള്ള ഒരാളെ നമ്മളുടെ സ്വാർത്ഥപരമായ ആഗ്രഹത്തിന് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അയാളെ വേദനിപ്പിക്കുമ്പോഴോ ഒന്നും നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്. യഥാർത്ഥ സ്നേഹം എപ്പോഴും മറ്റൊരാളുടെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, നന്മ മാത്രമേ സ്നേഹിക്കപ്പെടുന്നുള്ളൂ. വികാരങ്ങളും അനുഭൂതികളും നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം, അല്ലെ? വിവിധങ്ങളായ വികാരങ്ങളും അതിൽ നിന്നുണ്ടാവുന്ന അനുഭൂതികളും നിറഞ്ഞതാണ് നമ്മുടെ ഈ മനുഷ്യ ജീവിതം. എന്നാൽ ഈ വികാരങ്ങളെയും അനുഭൂതികളെയും നല്ല പ്രവൃത്തികളിലേക്ക് തിരിച്ചുവിട്ട്
നമുക്ക് അവയെ സുഹൃതങ്ങളാക്കി ഉയർത്താം. അതായത് നമ്മളിൽ ഉണ്ടാകുന്ന വികാരങ്ങളെയും അനുഭൂതികളെയും നമ്മളുടെ മനസാക്ഷിയുടെ പ്രേരണയ്ക്കനുസരിച്ച് നിയന്ത്രിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് നമ്മളിൽ ഒരു സുഹൃതമായിട്ട് വളരും. അതിനു പകരം വികാരങ്ങളെയും അനുഭൂതികളെയും പിശാചിന്റെ പ്രേരണയ്ക്ക് അടിപ്പെട്ട് തെറ്റായ പ്രവർത്തികളിലേക്ക് തിരിച്ചുവിട്ട് ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ അവ ദുശ്ശീലങ്ങളായി മാറാം. തഴക്കദോഷങ്ങള്, ദുശ്ശീലങ്ങള് എന്നൊക്കെ നമ്മൾ പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ തിന്മ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങളെ നന്മയിലേക്ക് തിരിച്ചുവിടാനായിട്ട് നമ്മളിൽ ഉണ്ടാവുന്ന ദൈവിക പ്രേരണയെ തള്ളിക്കളഞ്ഞുകൊണ്ട് തിന്മയുടെ മാർഗത്തിലേക്ക്, അല്ലെങ്കിൽ ജഡിക സുഖത്തിന്റെ മാർഗത്തിലേക്ക് ആ വികാരങ്ങളെ തിരിച്ചുവിടുമ്പോൾ അത് ദുശീലങ്ങളായിട്ട് മാറുന്നു. ഒരു പക്ഷി അല്ലെങ്കിൽ പക്ഷികള് നമ്മളുടെ തലയിൽ കൂടി പറന്നു പോകരുത്, അല്ലെങ്കിൽ തലയ്ക്ക് മീതെ പറന്നു പോകരുത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, അല്ലേ? മറിച്ച് നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പക്ഷികൾ നമ്മുടെ തലയിൽ കൂടുകൂട്ടാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലേ? അതായത് വികാരങ്ങള് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഒരു മനുഷ്യന്റെ സ്വാഭാവിക ഗുണവിശേഷമാണ് വികാരങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ വികാരങ്ങളെ ഏത് രീതിയിൽ നിയന്ത്രിക്കണമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും. അങ്ങനെ ആ വികാരങ്ങളെ നന്മയുടെ മാർഗത്തിലൂടെ തിരിച്ചുവിടുമ്പോൾ അത് സുഹൃതമായിട്ടും, തിന്മയുടെ മാർഗത്തിലേക്കാണ് നമ്മൾ അതിനെ തിരിച്ചുവിടുന്നെങ്കിൽ അത് ദുശീലമായിട്ടും മാറും. വികാരങ്ങളെ വിവേകത്താൽ നിയന്ത്രിക്കുക എന്നതാണ് ധാർമ്മിക ജീവിതത്തിന്റെ അടിസ്ഥാനം. കൂദാശകളുടെ സ്വീകരണത്തിലൂടെയും സുഹൃത ജീവിതത്തിലൂടെയും നമ്മളിൽ നിലകൊള്ളുന്ന നമ്മുടെ ധാർമ്മിക മനസാക്ഷി. എന്താണ് ധാർമ്മിക മനസാക്ഷി എന്ന് പറയുന്നത്? നന്മ ചെയ്യാനും തിന്മ ഉപേക്ഷിക്കാനും തക്ക സമയത്ത് നമ്മെ പ്രേരിപ്പിക്കുന്ന ശക്തിയെയാണ് നമ്മൾ മനസാക്ഷി എന്ന് പറയുന്നത്. ഈ മനസാക്ഷിയെ മനസാക്ഷിയുടെ സ്വരം നമ്മൾ ശ്രവിക്കുമ്പോൾ നമ്മൾ ധാർമ്മിക ജീവിതത്തിൽ നമ്മളുടെ വികാരങ്ങളെ ധാർമ്മിക ജീവിത തത്വങ്ങൾക്ക് അടിസ്ഥാനമായിട്ട്, അല്ലെങ്കിൽ അതിന് അനുസരിച്ച് നയിക്കുന്നു. വിവേകിയായ മനുഷ്യൻ തന്റെ ധാർമ്മിക മനസാക്ഷിയെ ശ്രദ്ധിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് അവന് കേൾക്കാൻ കഴിയുന്നു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുക? നമ്മളുടെ മനസാക്ഷി അല്ലെങ്കിൽ ധാർമ്മിക ജീവിതത്തിന്റെ ധാർമ്മിക തത്വങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തിയ, അല്ലെങ്കിൽ സുഹൃത ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന കൂദാശകളിലൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അതിനനുസരിച്ച് വളർന്നു വരുന്ന ഒരു മനസാക്ഷി ആണ് നമുക്കുള്ളതെങ്കിൽ, ആ മനുഷ്യൻ ആ ധാർമ്മിക മനസാക്ഷിയെ ശ്രദ്ധിക്കുമ്പോൾ, അതായത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് നമ്മളുടെ മനസാക്ഷി പറയുമ്പോൾ അത് തിരുത്തുവാനും, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുവാനും, ശരിയാണെന്ന് പറയുമ്പോൾ അത് എന്ത് സഹിച്ച് ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സ്ഥാനമായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമുക്ക് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് മനസാക്ഷിയുടെ സ്വരത്തിൽ കേൾക്കാനായിട്ട് സാധിക്കും. നല്ല മനസാക്ഷി രൂപീകരിക്കാൻ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കൂദാശകളുടെ സ്വീകരണവും ദൈവവചനവുമാണ്. ദൈവവചനം നമ്മുടെ വഴിയിലെ പ്രകാശമാകണം. അനുദിനം ദൈവസന്നിധിയിൽ നാം ചിലവഴിക്കാൻ കണ്ടെത്തുന്ന സമയം, പ്രിയകുഞ്ഞുങ്ങളെ, അതൊരിക്കലും പാഴായി പോയില്ല. ദൈവത്തോട് സംസാരിക്കുവാൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ, ബൈബിളിൽ എങ്ങനെ ദൈവിക വായനയെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ദൈവത്തോട് സംസാരിക്കാനും ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാനും എല്ലാ ദിവസവും നമുക്ക് കുറച്ചു സമയം മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ ഉത്തമ മനസാക്ഷികളുടെ ഉടമസ്ഥരും സുഹൃത ജീവിതത്തിന് കീഴ്പ്പെട്ടവരുമായി മാറും. ഇന്ന് ഇത്രയേ ഉള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സുവിശേഷ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് പറയുന്ന ആ ഭാഗം ബൈബിളിൽ നിന്ന് നോക്കി നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വാട്സാപ്പ് ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടയ്ക്കുക. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അവിടുത്തെ കൽപ്പനകൾക്കനുസരിച്ച് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ഒരു സുഹൃത ജീവിതം നയിക്കുവാൻ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് നല്ലൊരു ജീവിതം, സന്മാർഗ ജീവിതം നയിക്കുവാൻ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. അമ്മേ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. അവിടുത്തെ പുത്രന്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു.